പോലീസിനും സർക്കാരുകൾക്കും ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താൻ കഴിയാത്ത സ്ഥലമുണ്ടാകുമോ? സ്വന്തമായി ലഹരി സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഗ്രാമമുണ്ടാകുമോ? എന്നാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ആ സ്ഥലത്തെക്കുറിച്ച്. മലാന എന്ന് കേൾക്കാത്തവർ കുറവായിരിക്കും. ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇന്നും പുറലോകമായി കുറച്ച് മാറി നിൽക്കുന്ന സമൂഹം. കഞ്ചാവ് ചെടികൾ വെട്ടിയെടുത്ത് അതിൽ നിന്നും മലാന ക്രീം എന്ന ലഹരി ഉണ്ടാക്കി വിൽക്കുന്ന ഗ്രാമമാണ് മലാന. ഇന്നും ഇന്ത്യയിൽ ഇങ്ങനെയൊരു സ്ഥലം കണ്ടപ്പോൾ അതിശയമാണ് എനിക്ക് തോന്നിയത്. ഞാൻ മലാന എങ്ങനെ പോയി, എത്ര രൂപ ചിലവ് വന്നു തുടങ്ങി എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ പറയാം. മലാന പോകാൻ ആഗ്രഹിക്കുന്നവർക്കായുള്ള ഒരു ട്രാവൽ ഗൈഡാണ് ഈ വീഡിയോ. ഡൽഹിയിൽ നിന്നും ഡയറക്റ്റ് ബസ് ജെറി എന്ന സ്ഥലത്തേക്ക് ലഭിക്കും. മലാന പോകുമ്പോൾ ജെറി എന്ന സ്ഥലം വരെയേ ബസ് ലഭിക്കുകയുള്ളൂ. ഡൽഹിയിൽ നിന്നും കസോൾ പോകുന്ന ബസ്സുകൾ ജെറി വഴിയാണ് കസോൾ പോകുന്നത്. എന്നാൽ ഞാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഡയറക്റ്റ് ബസ് ലഭിച്ചില്ല. ഡൽഹി കശ്മീരി ഗേറ്റ് ബസ് ടെർമിനലിൽ നിന്നും ഓർഡിനറി ബസ്സിൽ ആദ്യം ഞാൻ ചണ്ഡീഗഡ് പോയി. ചണ്ഡീഗഡ് വഴിയാണ് ഹിമാചൽ പോകുന്നത്. ചണ്ഡീഗഡിൽ നിന്നും ഹിമാചൽ പോകാൻ കൂടുതൽ ബസ്സുകൾ ലഭിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഡൽഹിയിൽ നിന്നും ചണ്ഡീഗഡ് വരെ 305 രൂപയാണ് ഓർഡിനറി ടിക്കറ്റ്. വൈകുന്നേരം 6:30 ഡൽഹിയിൽ നിന്നും ബസ് പുറപ്പെട്ടു. ചണ്ഡീഗഡിലെ സെക്ടർ 17 എന്ന സ്ഥലത്തെ ഇൻഡസ്ട്രീറ്റ് ബസ് ടെർമിനലിൽ രാത്രി 12 മണിയോടെ ബസ് എത്തി. എന്നാൽ ഹിമാചൽ പോകാനുള്ള ബസ് ലഭിക്കുന്നത് സെക്ടർ 43 ബസ് ടെർമിനൽ ആയിരുന്നു. സെക്ടർ 17 നിന്നും സെക്ടർ 43 ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ലഭിച്ചു. 25 രൂപയായിരുന്നു ടിക്കറ്റ് നിരക്ക്. ചണ്ഡീഗഡിലെ പ്രധാനപ്പെട്ട 2 ബസ് സ്റ്റാൻഡുകളെ ബന്ധിപ്പിക്കുന്ന ചെയിൻ ബസ് സർവീസ് 24 മണിക്കൂറും ലഭ്യമാണ്. 15 മിനിറ്റ് കൊണ്ട് ഞാൻ ചണ്ഡീഗഡ് സെക്ടർ 43 എത്തി. ചണ്ഡീഗഡിൽ നിന്നും എനിക്ക് ഡയറക്റ്റ് ബസ് ജെറിയിലേക്കോ കസോളിലേക്കോ ബുണ്ടറിലേക്കോ ലഭിച്ചില്ല. ഹിമാചലിൽ മണ്ടി എന്ന സ്ഥലത്തേക്കാണ് ബസ് ഉണ്ടായിരുന്നത്. ചണ്ഡീഗഡിൽ നിന്നും മണ്ടിയിലേക്ക് ഞാൻ ബസ് കയറി. 410 രൂപയായിരുന്നു ചണ്ഡീഗഡ് മുതൽ മണ്ടി വരെയുള്ള ടിക്കറ്റ് നിരക്ക്. രാത്രി 2 മണിക്ക് ചണ്ഡീഗഡിൽ നിന്നും പുറപ്പെട്ട ബസ് രാവിലെ 8 മണിയോടെ മണ്ടി എത്തി. മണ്ടിയിൽ നിന്നും ജെറി വരെ ഡയറക്റ്റ് ബസ് ലഭ്യമല്ല. അതുകൊണ്ട് മണ്ടിയിൽ നിന്നും ബുന്തർ എന്ന സ്ഥലത്തേക്ക് അടുത്ത ബസ്സിൽ പോയി. മണ്ടിയിൽ നിന്നും ബുന്തർ വരെ 136 രൂപയായിരുന്നു ടിക്കറ്റ് നിരക്ക്. 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ ബുന്തർ എത്തി. ബുന്തറിൽ നിന്നും ജെറി ബസ് ലഭിച്ചു. ബുന്തറിൽ നിന്നും കസോൾ വരെ പോകുന്ന ബസ്സാണ് ഇത്. മലാന പോകാൻ കസോൾ വരെ പോകേണ്ടതില്ല. കസോളിന് മുമ്പുള്ള ജെറി എന്ന സ്ഥലത്തു നിന്നുമാണ് മലാന പോകാനുള്ള ഡീവിയേഷൻ. അതുകൊണ്ട് ഞാൻ ജെറിയിൽ ബസ് ഇറങ്ങി. ബുന്തർ മുതൽ ജെറി വരെ 50 രൂപയായിരുന്നു ടിക്കറ്റ് നിരക്ക്. ചെറിയൊരു ജംഗ്ഷനാണ് ജെറി. ATM, ഹോട്ടലുകൾ, മദ്യശാല എല്ലാം ജെറിയിലുണ്ട്. അടുത്തത് ജെറിയിൽ നിന്നും മലാന പോകണം. മലാന പോകാൻ ടാക്സി മാത്രമാണ് ഉള്ളത്. 1000 രൂപയാണ് മലാനയിലേക്കുള്ള ടാക്സി ചാർജ്. 4 പേര് ചേർന്ന് ഷെയർ ചെയ്തു പോകുകയാണെങ്കിൽ 250 രൂപ ഒരാൾക്കാകും. അവിടെ നിന്നും മറ്റു വിനോദസഞ്ചാരികളെ കിട്ടിയതുകൊണ്ട് 250 രൂപയ്ക്ക് ഞാൻ ഷെയർ ടാക്സിയിൽ മലാനയിലേക്ക് യാത്ര തുടങ്ങി. മലാന പോയി തിരികെ വരാൻ 1800 രൂപയുടെ പാക്കേജ് ഉണ്ട്. പക്ഷേ അങ്ങനെ പാക്കേജ് എടുത്തു പോയാൽ 4 മണിക്കൂർ മാത്രമാണ് മലാനയിൽ ചിലവഴിക്കുവാൻ ടാക്സിക്കാർ അനുവദിക്കുക. അതുകൊണ്ട് പാക്കേജ് എടുക്കാതെ ഞാൻ ഒരു ഭാഗത്തേക്കുള്ള ചാർജ് മാത്രമാണ് കൊടുത്തത്. ജെറി മുതൽ മലാന വരെയുള്ള യാത്ര അതിമനോഹരമാണ്. ചെറിയ വഴിയിലൂടെ താഴ്വാരങ്ങളിലൂടെയാണ് കാർ പോകുന്നത്. വെള്ളച്ചാട്ടങ്ങളും വലിയ ഗർത്തങ്ങളും കാണാം. അതിമനോഹരമായ യാത്രയാണ് ജെറി മുതൽ മലാന വരെ ഉള്ളത്. വഴിയിൽ മലാന ഡാമും കാണാൻ സാധിക്കും. 1 മണിക്കൂറോളം എടുത്തു ജെറിയിൽ നിന്നും 16 കിലോമീറ്റർ സഞ്ചരിച്ച് മലാന ഗേറ്റ് വരെ എത്തുവാൻ. മലാന ഗേറ്റ് വരെയേ വാഹനം പോവുകയുള്ളൂ. മലാന ഗേറ്റിൽ നിന്നും ഗ്രാമത്തിലേക്ക് നടന്നു വേണം പോകുവാൻ. മലാന ഗേറ്റിൽ നിന്നും ഗ്രാമത്തിലേക്ക് നടക്കാൻ തുടങ്ങി. 2 കിലോമീറ്ററോളമാണ് മലാന ഗേറ്റിൽ നിന്നും ഗ്രാമത്തിലേക്ക് ഉള്ളത്. ചെറിയ കടകളും വഴിയിൽ കാണാം. ചായ, മാഗി, റോട്ടി എല്ലാം വഴിയരികിൽ ലഭിക്കും. നടന്നു തുടങ്ങിയപ്പോൾ വഴിയരികിൽ ഒരു ടെന്റ് കണ്ടു. വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനുള്ള ടെന്റാണ്. 500 രൂപയാണ് വാടക.
കമ്പിളിയും മറ്റു സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ തണുപ്പ് കൂടിയ സമയത്താണെങ്കിൽ ഇത്തരം ടെന്റുകൾ കുറച്ച് പാടായിരിക്കും. ബാത്റൂം കോമൺ ആണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് താമസിക്കുവാനും ബുദ്ധിമുട്ടാണ്. आई 3 टेंट है अपने पास और एक ये कॉमन रूम अभी रेडी होना रह रहा है अपने मलाना में रिवर के पास पीसफुली। भाई बोर्ड वगैरह तो कुछ बनाया नहीं है इसलिए कि किसी भाई को घर जैसा महसूस हो आगे। टेंट है भाई पर बंदा, जैसे 2 बंदे हो तो 500, पर बंदो 3 बंदे हो तो पर बंदा 200 रुपये लेते हैं. ടെന്റൊക്കെ നോക്കി ഞാൻ മലാന ഗ്രാമത്തിലേക്ക് യാത്ര തുടങ്ങി. കുറച്ചു മുന്നോട്ട് പോകുമ്പോൾ ഒരു പുഴ കാണാം. മഞ്ഞുമലയിൽ നിന്നും അലിഞ്ഞിറങ്ങുന്ന വെള്ളമായതുകൊണ്ട് നല്ല തണുപ്പ് ഉണ്ടായിരുന്നു ഈ പുഴയിലെ വെള്ളത്തിന്. പുഴയുടെ അരികിൽ ചെറിയ കടകളും കാണാം. ഈ പുഴയുടെ സൈഡിൽ കുടിക്കാനുള്ള വെള്ളം വരുന്ന ഒരു പൈപ്പുണ്ട്. അവിടെ നിന്നും കുടിക്കാൻ കുപ്പിയിൽ വെള്ളമെടുക്കാം. പുഴ കടന്ന് മുന്നോട്ട് പോയാൽ കുത്തനെയുള്ള കയറ്റമാണ്. നല്ല കഷ്ടപ്പാടുണ്ട് ഈ മല കയറുവാൻ. മലയുടെ മുകളിലാണ് മലാന ഗ്രാമം. 1.5 മണിക്കൂറോളം വേണ്ടി വന്നു ഈ 2 കിലോമീറ്റർ നടന്നു കയറുവാൻ. പോകുന്ന വഴിയിൽ വെള്ളച്ചാട്ടങ്ങളും കാണുവാൻ സാധിക്കും. മലകളുടെ ഇടുക്കുകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്ന കാഴ്ച അതിമനോഹരമാണ്. മറ്റൊരു കൗതുകം മല കയറുന്ന വഴിയിൽ തന്നെ മലാന ക്രീം വേണമോ എന്ന് ചോദിച്ചു വരുന്ന ആളുകളാണ്. മലാന ക്രീമിനെ കുറിച്ച് അവർ വാചാലരാകും. മല കയറ്റത്തിനിടയിൽ ഒരുപാട് മലയാളികളെയും ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ മല കയറി മുകളിലെത്തി. വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിറഞ്ഞൊരു ഗ്രാമമാണ് മലാന. ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലാണ് മലാന സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിൽ ഇന്നും നിലനിൽക്കുന്ന ആചാരങ്ങൾ കാരണം ഗ്രാമത്തിന് പുറത്തുള്ളവർക്ക് ഇവിടെ താമസിക്കുവാനോ ഇവിടെയുള്ള സാധനങ്ങളിൽ തൊടുവാനോ അവകാശമില്ല. മലാനയുടെ ആചാരങ്ങൾ ലംഘിച്ചാൽ 5000 രൂപ പിഴ അടയ്ക്കണം. സർക്കാർ സംവിധാനങ്ങൾക്ക് ഇവിടെ അധികം സ്വാധീനമില്ല. എങ്കിലും തിരഞ്ഞെടുപ്പ് പോലുള്ള ജനാധിപത്യ പ്രക്രിയകളോട് ഇവർ സഹകരിക്കുന്നുണ്ട്. കോൺഗ്രസും BJPയുമാണ് ഇവിടെയുള്ള പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ. ഇവിടെയുള്ള കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുവാൻ നിങ്ങൾക്ക് കഴിയും. മലാന ക്രീം എന്നറിയപ്പെടുന്ന ലഹരി ഉൽപ്പന്നം ഉണ്ടാക്കി വിൽക്കുന്നതാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം. വീടുകളിൽ കഞ്ചാവ് ചെടി വെട്ടി കൊണ്ടുവന്ന് അതിൽ നിന്നും മലാന ക്രീം വേർതിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. സ്ത്രീകളും കുട്ടികളും ഈ തൊഴിലിൽ ഏർപ്പെടുന്നു. മലാന ക്രീം തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണവും. നിരവധി മലയാളികൾ ഇവിടെ വരുന്നുണ്ട്. ഞാൻ മലാന പോയപ്പോൾ ഞാൻ കണ്ടതിൽ പകുതിയും മലയാളികളായിരുന്നു. മലയാളികൾ ഇവിടെ വരുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ വേണ്ടി മാത്രമല്ല. ഗ്രാമത്തിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ പ്രത്യേക മാർഗവും ഇവിടെയുണ്ട്. ഇരുമ്പ് റോഡിൽ കൂടെ താഴെ നിന്നും മുകളിലേക്ക് കെട്ടിവലിച്ചാണ് ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഈ ചെറിയ ഗ്രാമത്തിൽ ഇവരുടെ ആരാധനാലയങ്ങളും കാണാം. പ്രത്യേക ശൈലിയിലാണ് ഈ അമ്പലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അമ്പലത്തിന് മുകളിൽ പല മൃഗങ്ങളുടെയും കൊമ്പുകളും കെട്ടിത്തൂക്കിയ നിലയിൽ കാണാം. ഇവിടുത്തെ ആരാധനാ രീതിയും വ്യത്യസ്തമാണ്. ഹിമാചലിലെ മറ്റു ഗ്രാമങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയാണ് ഇവിടുത്തെ നിർമ്മിതികൾ. ഇവിടുത്തെ ഗ്രാമവാസികൾ ഇപ്പോൾ കുറച്ചുകാലമായി ഗ്രാമത്തിനു പുറത്തേക്ക് ജോലിക്കായി പോകുന്നുണ്ട്. അതാണ് ചെറിയ തോതിലെങ്കിലും മലാനയുടെ മാറ്റത്തിന് കാരണം. ഗ്രാമത്തിന് പുറകുവശത്തായി വിനോദസഞ്ചാരികൾക്ക് താമസിക്കുവാനുള്ള ഹോട്ടലുകളും കഫേകളും കാണാം. ഫ്രീഡം കഫേ, ഫുൾ എൻജോയ് കഫേ തുടങ്ങിയവയാണ് കഫേകളുടെ പേരുകൾ. പേരുകളിൽ നിന്നു തന്നെ അവർ ഉദ്ദേശിക്കുന്നത് വ്യക്തമാകുന്നുണ്ട്. ഗ്രാമത്തിൽ നിന്നും താഴെയുള്ള മലാന ഡാം കാണാം. മുകളിലുള്ള മലാന ഗ്രാമങ്ങളും താഴെയുള്ള മലാന ഗേറ്റ് പരിസരങ്ങളിലുമുള്ള കടകളിലും സാധനങ്ങൾക്ക് അധികം വില നൽകേണ്ടി വരും. ഒരു ചായ 30 രൂപ, കുപ്പിവെള്ളം 50 രൂപ, ഇങ്ങനെയാണ് വില. അതിനാൽ പരമാവധി ആവശ്യമുള്ള സാധനങ്ങൾ മലാനയ്ക്ക് വരുന്ന വഴിയിൽ നിന്നും തന്നെ മേടിക്കുന്നതാകും ലാഭകരം. ജെറിയിൽ നിന്നും നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ന്യായമായ വിലയ്ക്ക് വാങ്ങുവാൻ സാധിക്കും. വൈകുന്നേരത്തോടെ ഞാൻ മലാനയിൽ നിന്നും തിരികെ ഇറങ്ങി. താഴേക്ക് ഇറങ്ങാൻ 30 മിനിറ്റ് സമയമേ വേണ്ടി വന്നുള്ളൂ. തിരികെ നടന്ന് മലാന ഗേറ്റ് എത്തി. മലാന ഗേറ്റിൽ നിന്നും തിരികെ ജെറിയിലേക്ക് പോകാനുള്ള 2 പേരെ കിട്ടിയതുകൊണ്ട് 1000 രൂപയുടെ ടാക്സി ഞങ്ങൾ ഷെയർ ചെയ്ത് ജെറിയിലേക്ക് പോയി. 333 രൂപ ഒരാൾക്ക് തിരികെ മലാന മുതൽ ജെറി വരെ പോകുവാനായി. 45 മിനിറ്റ് കൊണ്ട് ഞാൻ ജെറി എത്തി. ജെറിയിലാണ് ഞാൻ താമസിക്കുവാൻ റൂം എടുത്തത്. റൂമിന് 1500 രൂപ പറഞ്ഞെങ്കിലും ഞാൻ 600 രൂപയ്ക്കാണ് ബാർഗെയിൻ ചെയ്ത് എത്തിച്ചത്. ഞാൻ താമസിച്ച റൂം ഞാൻ കാണിക്കാം. Myself C.R. Thakur, Raj Homestay, Jari near Kasol. रूम का किराया वैसे गवर्नमेंट अप्रूव्ड तो 1500 है,
कमरे बढ़िया हमारे है, इसमें वो है, गीजर है, फैन है, शावर है ना, अटैच टॉयलेट बाथ है, डबल बेड है लगा हुआ, है ना। रूम बिल्कुल साफ सुथरा मिलेगा, है ना। 1500 गवर्नमेंट अप्रूव्ड है, पर चढ़ता नहीं है इतने में। 500 700 1000 रुपये में ऐसा चढ़ता है, कई बार 1200 में चढ़ जाता है। അത്യാവശ്യം നല്ല റൂമായിരുന്നു. വാട്ടർ ഹീറ്റർ, ഫാൻ തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. റൂമിലെ ഉടമസ്ഥനും നല്ല സ്വഭാവം ആയതിനാൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കുടിക്കാനുള്ള ചൂടുവെള്ളം 20 രൂപയാണ്, ചായ 12 രൂപ. ഇങ്ങനെയാണ് ഇവിടുത്തെ വില. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല കമ്പിളി റൂമിൽ ഉള്ളതുകൊണ്ട് ആ തണുപ്പിനെ ഞാൻ അതിജീവിച്ചു. व्यू है, मलाना का व्यू है, इधर से सारा पहाड़ों का हिली एरिया व्यू। साथ में मलाना प्रोजेक्ट का वो टनल है, मलाना गांव उसके साथ में ही है। मलाना उधर से जाओगे टैक्सी से लेके, ये रास्ता जा रहा है आपका चौकी विलेज होके मलाना को जाएगा। ये ऊपर चंद्रखानी वगैरह है। അടുത്ത ദിവസം ഖീർഗംഗ പോകണം. ജെറിയിൽ നിന്നും രാവിലെയുള്ള ബസ്സിൽ യാത്ര തുടരണം.